സ്വഹീഹുൽ ബുഖാരി ദർസ് 110 കിതാബുൽ വുദൂ അടുത്ത അധ്യായം ബാബു ഇസ്തിഅമാലി ഫദ്ലി വദൂഇൻ നാസ്. വദൂ എന്ന് പറഞ്ഞാൽ വുദൂഇന് ഉപയോഗിച്ച വെള്ളം, വുദൂഇന് ഉപയോഗിച്ച വെള്ളത്തിന്റെ ഫദ്ല് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാലൻസ്. വുദൂഇന് ഉപയോഗിച്ച വെള്ളത്തിന്റെ ബാക്കി വെള്ളം കൊണ്ട് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച അധ്യായം. അമറ ജരീർ ബിൻ അബ്ദുല്ലാഹ്, ജരീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു, അല്ലെങ്കിൽ നിർദ്ദേശിച്ചു, അഹ്ലഹു അദ്ദേഹത്തിന്റെ വീട്ടുകാരോട്, അയ്യതവല്ലഉ അവർ വുദു എടുക്കുന്നതിന് ബി ഫദ്ലി സിവാക്കിഹി അദ്ദേഹത്തിന്റെ സിവാക്ക്, അതായത് അദ്ദേഹത്തിന്റെ അറാക്ക് ഇട്ട വെള്ളം അതിന്റെ ബാക്കിയിൽ നിന്ന്. ഹദീസ് നമ്പർ 187. ഹദ്ദസന ആദമു ഖാല ഹദ്ദസന ശുഅബത്തു ഖാല ഹദ്ദസന അൽ ഹകമു ഖാല സമിഅതു അബാ ജുഹൈഫത യഖൂൽ. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഹകം എന്നിവർ കേട്ടു എന്ന് പറയണം. അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹാജിറ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ച സമയത്ത് ഞങ്ങളുടെ അടുത്തേക്ക് പുറപ്പെട്ടു വന്നു. ഫഉതിയ ബിവദൂഇൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുദൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരപ്പെട്ടു. ഫതവദ്ദഅ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ ചെയ്തു. ഫജഅല അന്നാസു യഖുദൂന മിൻ ഫദ്ലി വദൂഇഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ എടുത്ത വെള്ളത്തിന്റെ ബാലൻസ്, ബാക്കി വെള്ളത്തിൽ നിന്ന് ജനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഫയതമസ്സഹൂന ബിഹി, എന്നിട്ട് അതുകൊണ്ട് ജനങ്ങൾ തടവാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂഇന്റെ അവയവങ്ങളിൽ നിന്ന്, അവിടുത്തെ തിരുകൈകളിൽ നിന്നും മറ്റും ഒലിച്ചിറങ്ങുന്ന വെള്ളം എടുക്കുന്നതിന് വേണ്ടി സഹാബാക്കൾ ശ്രമിച്ചു എന്നതാണ്. അങ്ങനെ അവര് ആ വെള്ളം ഉപയോഗിച്ച് അവരുടെ മേലിലൊക്കെ തടവി ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്വല്ലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽളുഹറ റകഅതൈൻ വൽ അസ്റ റകഅതൈൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ 2 റകഅത്തും അസ്ർ 2 റകഅത്തും നിസ്കരിച്ചു. ഖസ്റാക്കിയിട്ട് നിസ്കരിച്ചതാണ്, യാത്രയിലെ ഖസ്റാക്കാൻ. വബൈന യദൈഹി അനസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ സുത്രയായിട്ട് ഒരു അനസ, ഒരു കുന്തം നാട്ടിയിരുന്നു എന്ന്. ഹദീസ് നമ്പർ 188. വഖാല അബൂ മൂസ ദഅ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖദഹിൻ ഫീഹി മാഉൻ. ഇത് മുസ്നദ് ഹദീസ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് ഇതിന്റെ വിശദീകരണത്തിൽ. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഫഗസല യദൈഹി വവജ്ഹഹു ഫീഹി, എന്നിട്ട് അതിൽ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ 2 കൈകളും മുഖവും കഴുകി. വമജ്ജ ഫീഹി, എന്നിട്ട് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരാക്കി തുപ്പി. സുമ്മ ഖാല ലഹുമ, എന്നിട്ട് അവർ 2 പേരോടും പറഞ്ഞു. അവർ 2 പേരും എന്ന് പറഞ്ഞാൽ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അവർ 2 പേരും ആണ് എന്ന് ഷറഹിൽ കാണാം. എന്നിട്ട് എന്താണ് അവർ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ്റബാ മിൻഹു, ഇതിൽ നിന്ന് നിങ്ങൾ കുടിക്കൂ. വഅഫ്രിഗാ അലാ വുജൂഹിക്കുമാ വനുഹൂരിക്കുമാ, ഈ വെള്ളം നിങ്ങൾ നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ നെഞ്ചത്തും ഒഴിക്കുകയും ചെയ്യുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരുള്ള ബറക്കത്തുള്ള ആ വെള്ളം അവരോട് ഉപയോഗിക്കാൻ പറയാണ് ചെയ്തത്. ഹദീസ് നമ്പർ 189. حدثنا علي بن عبد الله قال حدثنا يعقوب بن إبراهيم ابن سعد قال حدثنا أبي عن صالح عن ابن شهاب قال أخبرني محمود بن الربيع قال محمود بن الربيع എന്നിവർ ഇബ്നു ഷിഹാബിനോട് പറഞ്ഞു എന്ന് പറയാണ്. മഹ്മൂദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹം പറയാണ്, വഹുവ അല്ലദീ മജ്ജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ വജ്ഹിഹി വഹു ഉലാമുൻ മിൻ ബിഇരിൻ, അവരുടെ കിണറ്റിൽ നിന്ന് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കോരിയെടുത്തിട്ട് തുപ്പിയത് ആ മഹ്മൂദ് റളിയല്ലാഹുവിന് ആണ് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളം കൊണ്ട് മഹ്മൂദ് റളിയല്ലാഹു അൻഹു 5 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ നമ്മൾ വായിച്ചതാണ് എൻ്റെ ഓർമ്മ. എന്തായാലും മഹ്മൂദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരുന്നു. കുട്ടികളോട് നബി കളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. വായിൽ വെള്ളം എടുത്തിട്ട് മഹ്മൂദ് റളിയല്ലാഹുവിന്റെ മേലെ തുപ്പി. വഖാല ഉർവത്തു അനിൽ മിസ്വർ വഗൈരിഹി, ഉർവ എന്നവർ മിസ്വറിൽ നിന്നും മറ്റും റിപ്പോർട്ട് ചെയ്തു. യുസദ്ദിഖു കുല്ലു വാഹിദിൻ മിൻഹുമാ സാഹിബ, അവരിൽ ഓരോരുത്തരും അവരുടെ കൂട്ടുകാരനെ സത്യപ്പെടുത്തിക്കൊണ്ട്
എന്താണ് അവരൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യം? ഇദാ തവദ്ദഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുമ്പോൾ കാനു അല്ലെങ്കിൽ കാതു എന്നാണ് ഇവിടെ, കാതു യഖ്തതിലൂന അലാ വദൂഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂഇന്റെ ബാക്കി വെള്ളം അല്ലെങ്കിൽ അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അനുയായികൾ എന്ത് ചെയ്തിരുന്നു? അവര് അടികൂടുമായിരുന്നു. യഖ്തതിലൂന എന്ന് പറഞ്ഞാൽ പോരടിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നേരെ അടികൂടുക എന്നുള്ള അർത്ഥത്തിലല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപയോഗിച്ച ആ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്, ബാക്കി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്, ബറക്കത്തിന് ലഭിക്കാൻ വേണ്ടി പരസ്പരം അവർ മത്സരിച്ചിരുന്നു എന്നാണ് അതിന്റെ ആശയം. ഹദീസ് നമ്പർ 190. حدثنا عبد الرحمن بن يونس قال حدثنا حاتم بن اسماعيل عن الجعد قال سمعت السائب بن يزيد يقول ذهبت بي خالتي الى النبي صلى الله عليه وسلم فقالت എന്നെ കൊണ്ട് എൻ്റെ മാതാവിന്റെ സഹോദരിയാണ് ഖാലത്ത്, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ, ഇന്ന ബിന ഉഖ്തി വഖിഉൻ, നിശ്ചയം എൻ്റെ സഹോദരിയുടെ പുത്രൻ വഖിയാണ്. വഖി എന്ന് പറഞ്ഞാൽ സുഖല്ല, മരീളാണെന്നതാണ്. ഫമസഹ റഅസി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കുട്ടി, ആരാണ് കുട്ടി? സായിബ് ബിൻ യസീദ്, അദ്ദേഹത്തിന്റെ തലയിൽ തടവി. വദഅലി ബിൽ ബറക്കത്തി, എനിക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു, അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. സുമ്മ തവദ്ദഅ, എന്നിട്ട് നബി വുദു എടുത്തു. ഫശരിബതു മിൻ വദൂഇഹി, അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു എടുത്തതിന്റെ ബാക്കി വെള്ളത്തിൽ നിന്ന് കുടിച്ചു. സുമ്മ ഖുംതു, എന്നിട്ട് ഞാൻ എണീറ്റു. ഖൽഫ ദഹ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകുവശത്ത്. ഫനളർതു, അപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ നോക്കി. ഇലാ ഖാതമിൻ നുബുവത്തി ബൈന കതിഫൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് തോളുകൾക്കിടയിൽ നുബുവത്തിന്റെ മുദ്ര, ഞാൻ ആ മുദ്രയിലേക്ക് ഞാൻ നോക്കി. മിസ്ല സിറിൽ ഹജലത്തി, അതായത് പക്ഷിയുടെ മുട്ട പോലെയായിരുന്നു അത് എന്ന്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി, വിയർപ്പ്, ഉമിനീര്, ഇതൊക്കെ അതേപോലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹാരങ്ങൾ, അതൊക്കെ പ്രത്യേകതയുള്ളതും ബറക്കത്തുള്ളതുമാണ്. നമ്മുടെ മുടി പോലെ, നമ്മുടെ ഉമിനീര് പോലെയൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹാരങ്ങൾ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വെള്ളത്തിന്റെ ബാക്കി, അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന വെള്ളം, ഇതൊക്കെ ബറക്കത്തുള്ളതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അനുഗ്രഹമുള്ളതാണ്, ബറക്കത്തുള്ളതാണ്. അതുകൊണ്ട് ബറക്കത്തെടുക്കാം എന്ന കാര്യം ഷറാക്കപ്പെട്ടതാണ്. സഹാബാക്കൾ അങ്ങനെ ചെയ്തിരുന്നു. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ് എന്ന് പറഞ്ഞ് വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്നത് വലിയ തെറ്റാണ്. മാത്രമല്ല, ഇത് ഖിയാസാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ വിയർപ്പിനും ഉമിനീരിനും അങ്ങനെ പ്രത്യേകത കൽപ്പിക്കുന്നതിന് പ്രത്യേകമായ തെളിവുകൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു അലം.